ഫെബ്രുവരി 15 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന തലക്കെട്ടോടുകൂടി ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ വാഗ്ദാനങ്ങളുടെ അവസാന ഭാഗത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. കുറേ വാഗ്ദാനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. രണ്ടാമത്തെ പടിയിലാണെങ്കിലും നമുക്ക് വലിയ രീതിയിൽ നമ്മുടെ ആ പ്രശ്നങ്ങൾ നമുക്ക് ബാധിക്കാത്ത രീതിയിലേക്ക് മാറ്റി തീർക്കാനായി പറ്റുകയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യുമെന്ന് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷ തരുന്ന ഒന്നായിട്ട് രണ്ടാമത്തെ പടി മാറുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ പഴമക്കാരായിട്ടുള്ള മനുഷ്യർ അവരുടെ ജീവിതത്തിൽ അവർക്ക് നേടിയിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും എല്ലാം എങ്ങനെയാണ് നമുക്ക് ലഭ്യമാവുക? അവിടെ വളരെ കൃത്യമായിട്ട് തന്നെ ചില നടപടിക്രമങ്ങൾ എടുക്കാൻ തയ്യാറായപ്പോഴാണ് അവർക്ക് ലഭിച്ചത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മളോട് അതുകൊണ്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ രണ്ടാമത്തെ പാട്ടിലെ ഏങ്കം പറയണ പോലെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞത് കൊണ്ടോ അതിനെ പുകഴ്ത്തി പ്രകീർത്തനം നടത്തിയത് കൊണ്ടോ ഒന്നും തന്നെ എനെ നമ്മൾ പുകഴ്ത്തി പറയുന്നു അല്ലെങ്കിൽ വലിയ ശക്തിയെ പുകഴ്ത്തി പറയുന്നു, ഇതൊന്നും നമുക്ക് പ്രവർത്തിക്കുമോ എന്ന ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ആൽക്കഹോളിക്സ് അനോണിമസ് പറയാറുള്ളത്. നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഷെയറിങ്ങിലൂടെ അതിനെ പുകഴ്ത്തി പറഞ്ഞത് കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന പോലെ നമുക്ക് നല്ലത് മാത്രം സംഭവിക്കും, അല്ലെങ്കിൽ ഇപ്പോഴുള്ളതൊരു പരീക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക എന്ന് പറയുന്ന രീതിയൊന്നുമല്ല. മറിച്ച് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അതിനെ അതേപോലെ നേരിടാൻ നമുക്ക് പണ്ട് സാധ്യമല്ലാതിരുന്നു, ഇപ്പോൾ സാധ്യമാണ്. അതാണ് വലിയ ശക്തി നമ്മളിൽ നടത്തുന്ന പരിവർത്തനം. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ജീവിത രീതിയിലൂടെ ജീവിക്കാൻ ശ്രമിക്കുന്ന നമ്മൾക്ക് പറയുന്ന വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസംഗത്തിന് പകരമായിക്കൊണ്ട് പ്രവൃത്തികളിലേക്ക് ഇറങ്ങണം. എവിടെയാണ് നമ്മുടെ ദുർബലത എന്നുള്ളത് അത് കൃത്യമായിട്ട് അംഗീകരിക്കുകയും ആ ദുർബലത കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കുകയും മറ്റൊരാളുടെ സഹായത്തോടു കൂടി തന്നെ നമ്മുടെ അഭിമാനബോധത്തെയൊക്കെ കുറച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളിലും നമ്മുടെ സെൽഫ് സെൻറ്റേർഡ്നെസ്സും ഈഗോ സെൻട്രിക്കുമായ നമ്മുടെ മനോഭാവങ്ങളെ മാറ്റിക്കൊണ്ട് ഏത് കാര്യമാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത്? വളരെ കൃത്യമായ ബോധ്യമാണ്. നമുക്ക് മാറ്റാൻ പറ്റുന്ന നിരവധി കാര്യങ്ങളുണ്ട്. നമ്മൾ ഭാവിയെക്കുറിച്ച് അകാരണമായിട്ട് ദുഃഖിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് അഗാധമായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ പോലും നമുക്ക് ഇന്നിൽ ഒരാൾക്ക് പ്രയോജനപ്രദമായിട്ട് മാറാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ കരുതുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഭൗതികമായ നേട്ടമുണ്ടായത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം മെച്ചപ്പെടുമെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടമുണ്ട് നമുക്ക്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തോട് അല്ലെങ്കിൽ വലിയ ശക്തിയോടൊക്കെ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കരുതുന്ന രീതിയിലേക്ക് സുഖം വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്, ഇപ്പം നമുക്ക് എന്താണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത പടി, അതിൻ്റെ കുറച്ചുകൂടി അടുത്ത പടിയിൽ സുഖമുണ്ടാകുമെന്ന് നമ്മൾ കരുതുകയാണ്. യഥാർത്ഥത്തിൽ പ്രോഗ്രാം നമ്മളോട് പറയുന്നുണ്ട്, ഇപ്പോൾ ഈ നിമിഷം നിനക്കുള്ള കാര്യങ്ങൾ കൊണ്ട് സന്തോഷിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് വന്നിട്ടും എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ നിൻ്റെ ചിന്ത ഇനിയും വേണമെന്ന ആഗ്രഹത്തിലായിരിക്കുന്നതാണ്. അതായിരുന്നു സംഭവത്തിൽ എനിക്കൊക്കെ സംഭവിച്ചത്. അതിൽ വന്ന് ഒരു ജോലിയില്ലാതെ ഇരുന്ന കാലത്ത് ഒരു ജോലി മതി, എങ്ങനെയെങ്കിലും ഒരു ജോലി മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ എങ്ങനെയെങ്കിലും ഒരു ജോലിയല്ല, ആ പണ്ടൊക്കെ ഉണ്ടായിരുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള സാലറി കിട്ടുന്ന ജോലി ആയപ്പോഴും സന്തോഷവും സമാധാനവും ഒക്കെ കൈപ്പിടിയിൽ അകലെയാണ്. എൻ്റെ പ്രശ്നങ്ങൾ വേറെ ആയിരുന്നു. ഒരു ലോണ് കിട്ടാനായിട്ട് ലോണിന് വേണ്ടി പിന്നാലെ പലരുടെയും നടന്ന് അത് കിട്ടാതിരുന്നത്, പിന്നീട് വീടിൻ്റെ ആധാരമൊക്കെ എടുക്കാനായിക്കൊണ്ടുള്ള ഒരു കുറി കൂടി, ആ കുറി പിന്നീട് കിട്ടിയ സമയമാകുമ്പോഴേക്കൊക്കെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുറി എനിക്ക് അപ്പോൾ ഒന്നും ആ പൈസ കൊണ്ട് പോലും ആ സമയത്ത് കാര്യമില്ല എന്നുള്ളത് തിരിച്ചറിയാം. ആ സമയത്ത്
പൈസ കാര്യമില്ല എന്നല്ല പറഞ്ഞത്. ആ സമയത്ത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം അല്ലത് ഉണ്ടായിക്കഴിഞ്ഞു. അവിടെ ഏടെ പ്രോഗ്രാം പറഞ്ഞു, ആ പരിപാടിയൊക്കെ മാറ്റി നിർത്തുക. ആൽക്കഹോളിക്സ് അനോണിമസ് തരുന്ന വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടത് തന്നെ പുതിയ സന്തോഷവും സ്വാതന്ത്ര്യവും എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കലങ്ങി തെളിഞ്ഞുണ്ടായി നമ്മൾ കരുതുന്ന നല്ല ജോലിയും നല്ല കാറും ആ രീതിയൊന്നുമല്ല. ഞാൻ എവിടെയാണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ കമ്പനി മാറിയിട്ടോ, കമ്പനിയിൽ എനിക്ക് ഉയർന്ന പ്രൊമോഷൻ കിട്ടിയിട്ടോ, എനിക്ക് പണി മാറിയിട്ടോ, എനിക്ക് ലോട്ടറി അടിച്ചിട്ടോ ഒന്നുമല്ല. ഞാൻ കഴിക്കുന്ന കഞ്ഞിയാണെങ്കിൽ കഞ്ഞിയുടെ ഒപ്പം പ്രോട്ടീനായിട്ട് പയറ് കൂടി ഉണ്ടെങ്കിൽ ഒരു ചമ്മന്തി കൂടി കൂട്ടിക്കഴിച്ചുകൊണ്ട് അത് മനോഹരമായ അല്ലെങ്കിൽ വിശിഷ്ടമായ ഭോജ്യം കഴിക്കുന്ന പോലെ തന്നെ എനിക്ക് ആസ്വദിക്കാനായിട്ട് പ്രാപ്തമാക്കുന്ന പ്രോഗ്രാമാണ്. ആ വലിയ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ആ ശക്തി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് ഡയലോഗുകൾ മാറ്റിക്കൊണ്ട് റിയാലിറ്റികളിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണം. ഏടെ ടൂളുകളെ ഉപയോഗപ്പെടുത്തണം, ഞാൻ എന്നെ പരിശോധിക്കണം, എന്നെ തിരിച്ചറിയണം, എൻ്റെ ദുർബലതകൾ സമ്മതിക്കാൻ തയ്യാറാവണം. അതിലൂടെ തീർച്ചയായിട്ടും മുന്നേ കടന്നുപോയ ആളുകളും ലിറ്ററേച്ചറും പറയുന്ന രീതിയിൽ തന്നെയുള്ള ആ പ്രവർത്തികൾക്ക് എന്നെ പ്രാപ്തമാക്കിക്കൊണ്ട് ഇന്നിൽ ജീവിക്കാനായിട്ടുള്ള ടൂളുകൾ, ഇന്ന് ഈ നിമിഷത്തെ മനോഹരമായി കൊണ്ടുപോവുക എനിക്കുള്ള കാര്യങ്ങളിൽ ചെറിയ ചെറിയ പരിശീലനങ്ങളിലൂടെ. എവിടെയെല്ലാം പരാജയം സമ്മതിക്കാൻ തയ്യാറുണ്ടോ അവിടെയെല്ലാം കരുത്ത് കണ്ടെത്താൻ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ പ്രവർത്തിക്കാനുള്ള ഒരുക്കം. ആ പ്രവർത്തനം എങ്ങനെയാണ്? പണ്ടുണ്ടായിരുന്ന പോലെ ഒരു ആവേശ് കുമാറായിട്ടുള്ള പ്രവർത്തനമല്ല. ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പറയുന്ന ആരംഭശൂരത്വം പോലെ ചാടിപ്പുറപ്പെട്ട് ഉണ്ടാവുന്ന ഒന്നല്ല, മറിച്ച് അത് തുടർച്ചയാണ്, നിരന്തരമായ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ പ്രവൃത്തിയും നിരന്തരമായി വൺ ഡേ അറ്റ് എ ടൈം, ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ ചാക്രികതയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരുന്നാലാണ് തീർച്ചയായിട്ടും ആ വലിയ ശക്തി എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുകയും എൻ്റെ ജീവിതത്തിൽ ആ വാഗ്ദാനങ്ങൾ അവ എല്ലായ്പ്പോഴും സാധ്യമാകുന്നതാണ് എന്നുള്ള കൃത്യമായ ഒരു പ്രതീക്ഷ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്രഷൻ കടന്നു. നമുക്ക് ഒരുമിച്ചുകൊണ്ടേ പറയുന്നത് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.